ഇങ്ങനെ ഒരു സൂം മീറ്റിലേക്ക് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ സ്വാഗതം ചെയ്ത പ്രിയ ദേവദാസികൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രികാലം സ്വർഗ്ഗത്തിൽ ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും ദൈവത്തെ ആരാധിപ്പാനും സ്വർഗ്ഗത്തിൽ ദൈവമായ കർത്താവ് നമ്മളെ ഇടയാക്കിയല്ലോ. സ്തോത്രം. ഞാൻ ഒത്തിരി തിരക്കിലായിരുന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് വരുന്നു, അവരെ കൊണ്ടുവരുന്നു, പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനടുത്ത് പെട്ടെന്ന് തന്നെ വിളിച്ച് സിസ്റ്റർ പറഞ്ഞപ്പോഴാ ജോയിൻ ചെയ്യുന്നു പറയുമ്പോഴും ഞാൻ അടുക്കളയിൽ നിൽക്കുക. എന്നാൽ പരിശുദ്ധാത്മാവെല്ലാം ചന്തോചിതമായി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. വീഡിയോ ഒന്ന് ഓണാക്കി ഇരിക്കാമോ? എല്ലാവർക്കും പറ്റുമെങ്കിൽ ഒന്ന് വീഡിയോ ഓണാക്കാമോ? വായിക്കാം. 3-ാം നാൾ ഗലീലയിൽ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിൽ ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികിൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ സ്തോത്രം കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചൊരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. എല്ലാവർക്കും നന്നായിട്ട് ഇതറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഗലീലയിലെ കാനാവിലെ കല്യാണത്തിനെ കുറിച്ച് സ്തോത്രം. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരിക്കുന്ന ഒരു കാര്യം സ്തോത്രം അവിടെ പറയുകയാണ്. 3-ാം നാളാണ് യേശുവിനെ കാനാവിൽ ഒരു കല്യാണത്തിന് ക്ഷണിച്ചത്. പ്രൈസ് ദി ലോർഡ്. 3 എന്ന് പറയുന്ന ബൈബിളിനകത്ത് 3 എന്ന് പറയുന്ന ഒരു സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുള്ളത് ആണ്. സ്തോത്രം. ഹല്ലേലൂയ. 3-ാം നാളാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. 3-ാം നാളാണ് വെള്ളത്താൽ മൂടപ്പെട്ട ഭൂമിയെ സ്തോത്രം കാണപ്പെട്ടത് തെളിഞ്ഞു വന്നത്. ഹല്ലേലൂയ. ഒരു സൈഡിലേക്ക് വെള്ളത്തെ മാറ്റി 3-ാം ദിവസം സ്തോത്രം ഭൂമി കാണത്തക്കവണ്ണ മേഖലയിൽ വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ. നമുക്കറിയാം 3-ാം നാൾ എന്ന് പറയുന്നത് ഒരു ഉയർപ്പിന്റെ ദിനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിൽ ഇത് 3-ാം നാളായപ്പോ ഗലീലായി കാനാവിൽ സ്തോത്രം ഹല്ലേലൂയ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ വീട്ടിന്റെ പോരായ്മകളാണ് പറയുകയാണ്. യേശുവിന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, അവർക്ക് വീഞ്ഞ് ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. വീഞ്ഞില്ല. യേശു പറയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ കർത്താവിനറിയാം അവിടെ പൂർണ്ണമായിട്ട് തീർന്നു പോകാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മൊത്തം തീർന്നു കഴിഞ്ഞേ യേശു കർത്താവ് അത്ഭുതം ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടാക്കി വെച്ചതിനകത്തേക്ക് വീണ്ടും കലർപ്പൊന്നും അല്ല പരിപാടി. പക്ഷെ അവർ ഉണ്ടാക്കി വെച്ചതെല്ലാം തീരട്ടെ. മനുഷ്യമായ നിലപാടില് മനുഷ്യമായ എല്ലാ കരങ്ങളും സ്തോത്രം ഹല്ലേലൂയ നിന്ന് കഴിയുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് എങ്ങനെയാ? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോകുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം 3 ദിവസം വഴി ദൂരെ യാത്രയ്ക്ക് പോയി അബ്രഹാം തന്റെ മകനുമായിട്ട് ആരാധനയ്ക്ക് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു പോകുമ്പോൾ ബാല്യക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഞാനും മകനും പോയി ആരാധന കഴിച്ച് ഞങ്ങൾ മടങ്ങി വരും. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി പോകുമ്പോൾ താൻ സ്നേഹിക്കുന്ന ദൈവം തനിക്ക് കൊടുത്ത മകനെയാണ് യാഗം കഴിക്കുന്ന അബ്രഹാമിന് അറിയാം. പക്ഷേ ഹല്ലേലൂയ മകൻ അറിയത്തില്ല. അബ്രഹാമിന്റെ ഉള്ളിലെ വേദന ദൈവം വേറൊന്നും കരുതിയിട്ടില്ല. വേറൊരു ദൂതോ ആലോചനയോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി ബലി കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി യാഗമായി സമർപ്പിക്കണം എന്നൊക്കെ അബ്രഹാമിനോട് കാര്യം പറഞ്ഞപ്പോഴേക്കും അബ്രഹാം അത് അതുപോലെ അനുസരിച്ചു. ഹല്ലേലൂയ. അകത്തൊരു വേദനയുണ്ട്, അകത്തൊരു ഭാരമുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞ കാര്യം അനുസരിച്ചപ്പോഴേക്ക് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി.
സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്താണ്? ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേ വീഞ്ഞില്ലാതെ വരികയെ, വീഞ്ഞ് പോരാതെ വരികയെ, ആമേ ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടാൻ പോവുകയാണ്. അത് കർത്താവ് പറയും, എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ അമ്മ പറയാണ്, അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യണം. സ്തോത്രം. അവിടുത്തെ പോരായ്മ യേശു അല്ല ആദ്യം മനസ്സിലാക്കിയത്, യേശുവിന് മുന്നേ അറിയാം. പക്ഷേ ഹല്ലേലൂയ, യേശുവിന്റെ അമ്മയാ മറിയ അതിന്റെ അകത്തേക്ക് കടന്നു ചെന്ന് അവിടുത്തെ പോരായ്മകൾ മുഴുവൻ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് യേശുവിന്റെ അമ്മ ആ വീട്ടിന്റെ അകത്തെ, അല്ലെങ്കിൽ അവരുടെ അകത്തെ വിഷയം ആമേ സ്തോത്രം മറിയയ്ക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ മറിയ ഇരുന്ന സ്ഥലത്തേക്ക് അകത്തേക്ക് കടന്നു വന്നിട്ട് ദൂതൻ പറയുന്ന ഇങ്ങനൊരു വാക്കുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇതെന്ത് വന്ദന സ്വരമാണ്! ഹല്ലേലൂയ. താൻ ഇരിക്കുന്ന അകത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയാ, കൃപ ലഭിച്ചവളെ. സ്തോത്രം. അപ്പൊ ഒരുപക്ഷെ അവൾ ഇരുന്നത് അകത്ത് മുറിയിലായിരിക്കാം, അകത്തെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് അവൾ അകത്തിരിക്കുമ്പോൾ അകത്ത് ചെന്ന് ദൂതൻ അവളോട് ഇടപെട്ടത്, അപ്പോഴവൾക്ക് വ്യക്തമായിട്ടൊരു ഇടപെടൽ നേരത്തെ സംഭവിച്ചുകൊണ്ട് ഈ മേൽ കിടപ്പുണ്ട്. അകത്തെ വിഷയം പരിഹരിക്കുവാനും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാട് മറിയയുടെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അവൾ എവിടെ ചെന്നാലും, ഏത് വീട്ടിൽ ചെന്നാലും ആമേ സ്തോത്രം, സഹോദരിമാരാണെങ്കിലും നമ്മള് അകത്തെ വിഷയം കയറി ചകഞ്ഞു നോക്കും. പലരും അകത്തെ വിഷയം കയറി നോക്കിയിട്ട് അത് പുറത്തു പോയി പരസ്യമാക്കും. പക്ഷെ മറിയയുടെ സ്വഭാവം അങ്ങനെയല്ല. അകത്തെ വിഷയം അവൾ കണ്ടിട്ട് ആ വിഷയത്തെ എങ്ങനെ പരിഹരിക്കണമെന്ന് അവൾ വ്യക്തമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവൾ അകത്ത് അതാ കൃപയുള്ളവര്. ആമേ സ്തോത്രം. ആ കൃപ അവള് നേരത്തെ ചുമന്നത് കണ്ടോ? കന്യകയായിരിക്കുന്ന സമയത്ത് വലിയൊരു അപമാനമാണ്, അല്ലെങ്കിൽ അപവാദമാണ് ലോകം നോക്കുന്നത്. ആമേ സ്തോത്രം. കന്യക ആമേ വിവാഹം നിശ്ചയിച്ച സമയത്ത് ഗർഭം ധരിച്ചിരിക്കുക. ഇത് പുറത്തു പറഞ്ഞ അപമാനമാ, അല്ലല്ലോ. പക്ഷെ അഭിമാനമാ ചുമക്കുന്നെന്ന് അവക്കൊരു ബോധ്യം വന്നത് പരിശുദ്ധാത്മാവ് അവിടെ മേൽ വന്നത് കൊണ്ടാ. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മ വരുമ്പോൾ അപവാദം പറയുന്ന പല വിഷയങ്ങളും നമ്മൾ അഭിമാനമുള്ളതാക്കണം. അതാ കൃപ, അതാ കൃപ. ഹല്ലേലൂയ. അവൻ ലോകം നോക്കൂ, അവൻ കഞ്ചാവ് അടിച്ച് ലഹരി പിടിച്ചവനാണ്, അല്ലെങ്കിൽ അവന് കൊള്ളത്തില്ല, അവൻ കള്ളനാണ്, അവൻ പാപിയാണ്, അവനെ കൊണ്ട് വീട്ടുകാർക്ക് ഒരു ഗുണമില്ല, നാട്ടുകാർക്ക് ഒരു ഗുണമില്ല. ഇത് ലോക മനുഷ്യർ പറയുന്നതാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിറയ്ക്കുന്ന ഒരു വ്യക്തി ലോകം പറയുന്ന പോലെ വിരൽ ചൂണ്ടരുത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ മേൽ ദൈവകൃപയുണ്ടെങ്കിൽ അങ്ങനെ വിധിക്കരുത് കേട്ടോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ പറയുന്നു, എന്റെ ദാസനോ അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യത്തില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കത്തില്ല. ഹല്ലേലൂയ. മനുഷ്യർ ചെവി കൊണ്ട് കേട്ടത് പലതും വിധിക്കും, ഹല്ലേലൂയ, വിധി കൽപ്പിക്കും. എന്നാൽ ഹല്ലേലൂയ, ആത്മാവുള്ളവൻ കേട്ടതും കണ്ടതിൽ മേൽ വിധി കൽപ്പിക്കല്ല കേട്ടോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മുടെ യേശു കർത്താവിനെ ഓരോ കോടതി മാറി മാറി വിധി കൽപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കോടതി ചെന്നപ്പോഴത്തേക്ക് പീലാത്തോസ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റം കാണുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കുറ്റം കാണുന്നില്ലെന്ന് പീലാത്തോസിന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഈ നീതിമാന്റെ രക്തം എനിക്കോ എന്റെ തലമുറയ്ക്ക് വരെന്ന് പറഞ്ഞ് വെള്ളമെടുത്ത് കൈ കഴിയപ്പോൾ അവിടെ നിന്ന് സകലരും പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേൽ വീണോട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആ പീലാത്തോസിന് മനസ്സിലായി, ആമേൻ, സ്തോത്രം, ഇത് ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന്. സകലരും അവനെ പഴിക്കുമ്പോഴും സകലരും അവനെ കുറ്റക്കാരെന്ന് പറയുമ്പോഴും ഒരു പടയാളി അവിടെ നോക്കുന്നിട്ട് പറയാ, ഇവൻ നീതിമാനായിരുന്നു, ഇവൻ ദൈവപുത്രനായിരുന്നു. ഇങ്ങനെ ഒരു മരണം നടക്കണമെങ്കിൽ, ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കണമെങ്കിൽ ഇവൻ സാക്ഷാൽ നീതിമാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ വേണം, ആത്മാവിൽ വിവേചിച്ചറിയണം. പല കാര്യങ്ങളും നമ്മൾ കേട്ടേച്ച് അവിടെ ഇവിടെ ഓടി നടന്ന് പറഞ്ഞ് സംസാരിച്ച് കൃപയും കളഞ്ഞ്, ഹല്ലേലൂയ, സ്തോത്രം, ആമേ, അങ്ങനെ ഒന്നും ആരെയും വിധിക്കരുത് കേട്ടോ. സ്തോത്രം. പുറമെ കാണുന്നത് പോലെ ഒന്നും ആരെയും വിധി കൽപ്പിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഓരോ ജീവിതങ്ങളോട് ഇടപെടുകയാണ്. സ്തോത്രം. കാനാവിൽ നടന്നത് ആമേ ആ അത്ഭുതമാകേണ്ടതിന് മറിയ പറയാണ്, അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ അതങ്ങോട്ട് ചെയ്തോളാൻ പറഞ്ഞു. സ്തോത്രം. ഇച്ചിരി പാടുള്ളത്, ഇച്ചിരി പ്രയാസമുള്ള
കാര്യമാണ് കൽപ്പിക്കാൻ പോകുന്നത്. യേശു നോക്കിയപ്പോഴേക്ക് പുറംപറമ്പിലെ പുറത്ത് യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിനനുസരിച്ച് 6 കൽപാത്രം പുറത്ത് കിടക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹൂദന്മാരെ സംഭവിച്ചുകൊണ്ട് അവർ നല്ല വൃത്തിയുള്ളവരാ, അവർ നല്ല വെടിപ്പുള്ളവരാ. ഹല്ലേലൂയ, സ്തോത്രം. ഈ കൽപാത്രത്തിനകത്തൊന്നും അവര് കുടിക്കത്തൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അവര് ഹീന കാര്യത്തിന് ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞാൽ അവരെ കാല് കഴുകാനോ മറ്റു കാര്യത്തിന് ഉപയോഗിക്കുന്ന ഒരു പാത്രമാക്കി അതിനെ മാറ്റിയിട്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. പുറത്ത് കിടക്കുന്ന ആ പാത്രത്തിലേക്ക് യേശുവിന്റെ കണ്ണ് ഉടക്കിയത്. സ്തോത്രം. നമ്മുടെയൊക്കെ കണ്ണുടക്കുന്ന എവിടെയാ? അകത്തിരിക്കുന്നതില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഡിമാൻഡ് ഉള്ളതിനെ, ക്വാളിറ്റി ഉള്ളതിനെ, വിദ്യാഭ്യാസമുള്ളതിനെ, സമ്പത്തുള്ളതിനെ, സാമ്പത്തികമുള്ളതിനെ നോക്കി ഇന്ന് എന്ത് ചെയ്യും? ആലോചന ദൂതുകളൊക്കെ പുറത്തു വരും. പക്ഷെ യേശുവിന്റെ ആലോചനകൾ മുഴുവനും ദൈവരാജ്യത്തിലേക്ക് കണക്ട് ആക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആർക്കും വേണ്ടാത്തതിനെ തേടിയാണ് ഈ ഭൂമിയിലേക്ക് കർത്താവ് വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യഹൂദന്മാരുടെ ആചാരവും യഹൂദന്മാരുടെ പ്രമാണവും മുഴുവനും മോശയുടെ പ്രമാണമാണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ യേശു കർത്താവ് ആ പ്രമാണത്തെ രണ്ടായിട്ട് ഭേദിച്ചു കളയാൻ വേണ്ടി അവൻ ദൈവരൂപത്തിരിക്കെ ദൈവരൂപം മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന എന്തിനാ? നമ്മെ വിടിവിക്കാൻ വേണ്ടിയാ, നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിപ്പിൻ. വെറുതെ എന്നെ അനുഗമിച്ചാ പോരാ, ഞാൻ ചെയ്തതുപോലെ, ഞാൻ നിന്നതുപോലെ നിങ്ങളും നിൽക്കണമെന്ന കർത്താവിന് അത്രയും താന്നിറങ്ങി വരാമെങ്കിൽ, ഹല്ലേലൂയ, മനുഷ്യരായിരിക്കും നമുക്ക് എന്തുകൊണ്ട് താഴാൻ പറ്റുന്നില്ല? സ്തോത്രം. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ താഴാൻ പറ്റുന്നില്ല? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു താഴ്ന്ന ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെ ഇറങ്ങിയാലല്ലേ ഉള്ളൂ അവരെ വിടിവിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. യേശു നോക്കിയത് പുറത്ത് കിടക്കുന്ന ഈ കൽപാത്രത്തെ. ആമേൻ, സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, വക്കോളം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, വെള്ളം എല്ലാവരുടെയും വീട്ടിലുണ്ട്. വെള്ളമില്ലാത്ത ഒരു വീടുമില്ല. കാരണം ദിവസവും രാവിലെ തൊട്ട് രാത്രി കിടന്നുറങ്ങുന്നവരെയും നമ്മൾ വെള്ളത്തിലാ. സ്തോത്രം. എല്ലാം വെള്ളം കൊണ്ടാ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഈ വെള്ളത്തിന് വലിയ പ്രാധാന്യമോ വിലയൊന്നുമില്ല. സ്തോത്രം. ആമേൻ, സ്തോത്രം. അല്ലല്ലോ, അത് അവ കിട്ടാത്തവർക്ക് അതിന്റെ വില അറിയത്തുള്ളൂ. അല്ലല്ലോ, വേനലൊക്കെ വന്ന അനേകരെ കിണറൊക്കെ പറ്റിപ്പോകുമ്പോൾ, ആമേൻ, സ്തോത്രം, മലകുന്നിലോ എവിടെയൊക്കെ താമസിക്കുന്നവർക്ക് അതിന്റെ പ്രയാസം അറിയത്തുള്ളൂ. വെള്ളത്തിന്റെ, ആമേൻ, സ്തോത്രം, ഗൗരവം എന്താണെന്നോ അവർക്ക് വെള്ളത്തിന്റെ പ്രാധാന്യം എന്തെന്നോ അവർക്ക് നന്നായിട്ട് അറിയാം. വെള്ളം എപ്പോഴും ഉള്ളവർക്ക് കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ വില അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ അങ്ങനെയാ. ഈ വെള്ളത്തിന് വലിയ വിലയൊന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഈ വിലയില്ലാത്തതിനെ കർത്താവ് പറഞ്ഞു, ഇതിനെ വക്കോളം എന്ത് ചെയ്യണം? നിറയ്ക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അവ നിറയ്ക്കുമ്പോഴും ഇത് വെറും വെള്ളമായിട്ട് തന്നെ ഇരിക്കുന്നത്, വെറും പച്ചവെള്ളമായിട്ട് തന്നെ ഇരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് യേശു കർത്താവ് പറയാണ്, ഇത് കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഇത് കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അത് കോരി എടുത്തു പോയ സമയത്ത് എന്തോ അവിടെ നടന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശു പറഞ്ഞ വാക്ക് അനുസരിച്ചപ്പോൾ, യേശു കർത്താവ് പറഞ്ഞ വാക്ക് അനുസരിച്ചപ്പോഴേക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. കാരണം വെറും കേവലം പച്ചവെള്ളമായി കിടക്കുന്നതിനകത്തേക്ക് വീര്യം വന്ന് വ്യാപരിച്ചു. വീര്യം വന്ന് പ്രവർത്തിക്കുക മാത്രമല്ല ചെയ്തത്, അതിന്റെ രൂപാന്തരം നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ വെറും വെള്ളമായിട്ടിരുന്ന, വെറും തണുത്തിരുന്ന ഒന്നും സംഭവിക്കത്തില്ല. അത് വെറും പച്ചവെള്ളമാണ്. അതിനകത്ത് വീര്യം വരത്തില്ല. അത് സാധാരണക്കാർ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗമാകത്തുള്ളൂ. പക്ഷേ ഈ വെള്ളം സാധാരണക്കാർക്ക് ഉപയോഗിക്കാനല്ല, ഇതിനൊരു ഡിമാൻഡ് വരികയാണ്. യഹൂദന്മാരുടെ മേശപ്പുറത്തേക്ക് വന്നവരെ, ക്ഷണിച്ചവരുടെ മേശപ്പുറത്തേക്ക് ഈ ഭക്ഷണത്തിന് പ്രാധാന്യം, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ കാണുകയാണ്. യഹൂദന്മാരുടെ പ്രാധാന്യം, വിലപ്പെട്ടതെന്ന് പറയുന്നത് ഈ വീഞ്ഞ് തന്നെയാണ്. ഹല്ലേലൂയ. അവർ എന്താണോ വിലയേറിയത് കണ്ടത്, ആ വിലപ്പെട്ടത് കണ്ടത് തന്നെ യേശു വെറും വെള്ളം കൊണ്ട് ദൈവം ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ സദ്യക്ക് അല്ലെങ്കിൽ കല്യാണത്തിന് വിളിച്ചാൽ ഇറച്ചി തീർന്നു പോയുള്ള അവസ്ഥ നോക്കുമെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ കല്യാണത്തിന് ഒന്നെങ്കിൽ ഇറച്ചിയല്ലേ പ്രാധാന്യം. സ്തോത്രം, ഹല്ലേലൂയ. അതില്ലെന്ന് പറയുകയാണെങ്കിൽ ആ ഊണിന്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കി. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ വീഞ്ഞ് തീർന്നു പോയാൽ അവരുടെ അവസ്ഥ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവർ എന്താണോ പ്രാധാന്യമായി മുന്നിൽ കണ്ടത്, കർത്താവ് വെറും വെള്ളം കൊണ്ട് അതിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തി കൊടുത്തു. കാരണം, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യേശു പറഞ്ഞത്, നീ നിറയ്ക്കേണ്ടത് വക്കോളം നിറയണം. പകുതി നിറഞ്ഞാ
അത് വെറും പച്ചവെള്ളമാ. സ്തോത്രം, ഹല്ലേലൂയ. ചിലർ 2 അന്യഭാഷ പറഞ്ഞേച്ച് അന്ന് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോ പ്രാപിച്ചതാ, ഇതും കൊണ്ട് ഓടിയേക്കാം എന്നൊന്നും നടക്കത്തൊന്നുമില്ല. കർത്താവ് പറയുന്നെന്നാ, നീ ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോന്നാ ചോദിക്കുന്നത്. പ്രൈസ്. ചിലരൊക്കെ പറയത്തില്ലേ, ഞാൻ ഇറങ്ങി തിരിച്ചപ്പോഴേക്ക് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, ശക്തമായിട്ട് നിന്നതാ, ഇപ്പോഴങ്ങോട്ട് പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എന്താ? പകുതി വരെ നിൽക്കുക, വക്കോളം ആകിട്ടില്ല, ഫുള്ളും നിറഞ്ഞിട്ടില്ല. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മ പറയാണ്, നീ കോരിക്കൊണ്ട് വന്നത് പകുതി നിറയ്ക്കാനല്ല, ഈ വെറും പാത്രത്തിനകത്തേക്ക് ഫുള്ളും നിറഞ്ഞാൽ ആ നിറച്ചതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. സ്തോത്രം. നമുക്കറിയാം, പ്രവാചക ശിഷ്യന്മാരിൽ ഭാര്യമാരെ ഒരുത്തി ഓടി വന്ന് പ്രവാചകനോട് പറയാ, പിള്ളാരെ കടക്കാരെ പിടിച്ചോണ്ട് പോകും, എന്നാ ചെയ്യാനാ? ഒന്നുമില്ല, അവസ്ഥ വലിയ അവസ്ഥയിൽ കടന്നു പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു, നീ ചെന്നിട്ട് അലൂക്കങ്കാരോടൊക്കെ പാത്രം, വെറും പാത്രം മേടിച്ചിട്ട് ആ പാത്രത്തിലേക്ക് നീയും മക്കളും അകത്ത് വാതിലടച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ച് പകരാൻ പറഞ്ഞു. നിറഞ്ഞത് മാറ്റി വെക്കാൻ പറഞ്ഞു. അല്ലല്ലോ, നിറഞ്ഞാ പിന്നെ എന്തുണ്ട്? മാറ്റി വെപ്പുണ്ട്. അല്ലലൂയ. നമ്മൾ കഴിവതും അടുക്കളയിൽ എന്തെങ്കിലും സാധനം ഇട്ട് ഒരു പാത്രത്തിലേക്ക് എന്തുമാത്രം കൊള്ളിക്കാവോ അങ്ങനെ കൊള്ളിച്ച് ഫിറ്റായി നിറച്ചു വെക്കുന്നവരെ സ്ത്രീകൾ എല്ലാവർക്കും അറിയാം. അതുപോലെ കർത്താവ് പറയുക, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറഞ്ഞാൽ ഹല്ലേലൂയ, അത് പ്രയോജനമാകും. പകുതി കൊണ്ട് കാര്യം നടക്കത്തില്ല, പകുതി കൊണ്ട് കൂടായ്മയായി പോകും കേട്ടോ. അവിടെ പകുതി ഇവിടെ പകുതിയായിട്ട് നിൽക്കരുത് കേട്ടോ. ഇറങ്ങി തിരിച്ചെങ്കിൽ നീ ഫുള്ളാകണം. ഹല്ലേലൂയ. നിറഞ്ഞെങ്കിൽ നീ മുഴുവൻ നിറയണം. നീ സ്നാനപ്പെട്ടെങ്കിൽ നീ മുഴുവൻ സ്നാനപ്പെടണം. ണ്ട് എന്നെ പിടിച്ച് അറിവില്ലാത്ത പ്രായത്തില് അച്ഛനെന്റെ തലയിൽ മാമോദിസ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കാര്യം നടക്കത്തില്ല. നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ അല്ലത് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യണം. കർത്താവാണ് ചെയ്തു കൊടുത്തത്. മുഴു സ്നാനമേറ്റു, വെള്ളത്തിൽ പകുതി മുങ്ങിയിട്ട് പകുതി നിൽക്കാമെന്നല്ല, കർത്താവ് മാതൃക കാണിച്ചു കൊടുത്തു. ഈ ഭൂമിയിൽ കർത്താവ് വന്നെങ്കിൽ ഫുള്ള് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടാ കർത്താവ് ഈ ഭൂമി വിട്ട് സ്വർഗാരോഹണം ചെയ്തു. ഹല്ലേലൂയ. അത് നമ്മൾ അനുസരിച്ച് അതനുസരിച്ച് ആ കൽപ്പന അനുസരിച്ച് നിൽക്കാനാ, അല്ലെങ്കിൽ പകുതി വെട്ടി മാറ്റാനൊന്നും വ്യവസ്ഥയില്ല. വചനം എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യണം. ഇവിടെ മറിയ പറയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്തോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ ചെയ്തപ്പോഴാ അവിടെ വിടുതൽ നടന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ആലോചന പ്രകാരം ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ദീർഘ 30 വർഷമായി ആമേൻ ഞാൻ പെന്തക്കോസ്തിലായിട്ട് കൂട്ടായ്മയ്ക്കകത്താകിട്ട് എനിക്കൊരു പ്രയോജനമാകാൻ പറ്റുന്നില്ല. കേവലം ചർച്ചിൽ പോകുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്ത് പ്രയോജനം? പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാപിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ? ആർക്കെങ്കിലും പ്രയോജനമാകുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ അഭിഷേകം പകരുന്നത് എന്തിനാ ദൈവമക്കളെ? അത് പ്രയോജനമാകാനാ ദൈവത്തിന് വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. അത് പ്രയോജനമാ. കർത്താവ് പറഞ്ഞില്ല, നിങ്ങൾക്ക് ഉയരത്തിന്റെ ശക്തി ലഭിക്കുള്ള യെരൂശലേം വിട്ടു പോകരുത്. ഉയരത്തിന്റെ ശക്തി ലഭിച്ചാൽ പിന്നെ നിങ്ങൾ സാക്ഷിയാകും. സ്തോത്രം. പലരും സാക്ഷ്യമാകാത്തത് എന്തുകൊണ്ടാ? പലരും ഓർക്കും, എഴുന്നേറ്റ് പല ചർച്ചകളിൽ ചെന്നാ എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നടത്തി, കഴിക്കാൻ തന്നു, കുടിക്കാൻ തന്നു, ഇതെല്ലാം എഴുന്നേറ്റ് പറയുക. കർത്താവ് ഈ ഭൂമിയിലുള്ള സകല മക്കൾക്ക് വേണ്ടി കഴിക്കാൻ കൊടുക്കും, കുടിക്കാനും കൊടുക്കും, ഡ്രസ്സും കൊടുക്കും. സകല മാനവജാതിക്ക് വേണ്ടിയാ ഭൂമി വന്നത്. എല്ലാ ആഴ്ച എഴുന്നേറ്റ് പറയുക, കർത്താവ് കഴിക്കാൻ തന്നു, കുടിക്കാൻ തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാവർക്കും കർത്താവ് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാക്ഷ്യം എന്ന് പറയുന്നത് നീ കർത്താവിന് സാക്ഷ്യമായോ എന്നാണ് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ വചനവുമായിട്ട് അവന്റെ സാക്ഷികളാകാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് വേണ്ടി പ്രയോജനമായിരുന്ന ദൈവം നോക്കുന്നത് അതാ സാക്ഷി. പിതാവായ ദൈവം അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്, ഹല്ലേലൂയ, തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് വരുത്തിയത് അവൻ സാക്ഷ്യമാകാൻ, പരസ്യമായി സാക്ഷ്യം വെച്ചു. എവിടെ? കാൽവറി ക്രൂശിൽ സാക്ഷ്യം വഹിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ നമ്മൾ എന്താ പരസ്യമായി സാക്ഷ്യം വല്ലതും വെക്കുന്നുണ്ടോ? നമ്മുടെ സാക്ഷ്യം മുഴുവൻ എവിടെയാ? ചർച്ചിനകത്താ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ മീഡിയക്കകത്താ നമ്മുടെ സാക്ഷ്യം. നമ്മുടെ സാക്ഷ്യമൊക്കെ മുട്ടുവേദന മാറി,
കൈവേദന മാറി, മുഴ മാറി. ആമേ സ്തോത്രം. ഇങ്ങനെയുള്ള സാക്ഷി എവിടെ നിന്നാ പറയുന്നത്? ആമേ സ്തോത്രം മീഡിയയിലും, ആമേ സ്തോത്രം വലിയ ചർച്ചകളിലേക്ക്. ഞാൻ ചോദിക്കുന്നത്, ഈ ചർച്ചകളൊന്നും സാക്ഷ്യം വേണ്ടെന്നല്ല പറയുന്നത് എന്റെ ദൈവമക്കളെ. അതുകൊണ്ട് എന്ത് പ്രയോജനമാ? ചിലരൊക്കെ ഇന്നും പാറക്കല്ല് പോലെ ഇരിക്കത്തേ ഉള്ളൂ. ഇതൊരു സാക്ഷ്യം ഉളവാകുമെന്ന് പറഞ്ഞിട്ട് ആത്മാവിൽ കത്തുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ സാക്ഷ്യം പുറത്തു പോയി പറഞ്ഞു നോക്കിക്കേ, ദൈവത്തെ അറിയാത്തൊരു വ്യക്തിയോട്, മാനസാന്തരപ്പെടാത്തൊരു വ്യക്തിയോട് ഈ അനുഭവ സാക്ഷ്യം ഒന്ന് പങ്കുവെച്ചു നോക്കിക്കേ. പ്രൈസ് അവന്റെ അകത്ത് ഒരു സ്തോത്രം, ഒരു കുറ്റബോധോ, അല്ലെങ്കിൽ എന്റെ അകത്തേക്ക് ഒരു തീഷ്ണതയോ, അല്ലെങ്കിൽ എനിക്ക് പോയാ എനിക്ക് സൗഖ്യം കിട്ടും, അല്ലെങ്കിൽ ഞാൻ ചെന്നാ എനിക്ക് വിടുതൽ കിട്ടും എന്നുള്ളൊരു ബോധ്യം വരും. സ്തോത്രം. ഹല്ലേലൂയ. ഇത് സാക്ഷ്യവും കേട്ട് എല്ലാം കേട്ട് തികഞ്ഞവരാ ചർച്ചിനകത്തിരിക്കുന്നവർ. അതിനകത്തൊന്നും വലിയ പ്രയോജനമില്ല കേട്ടോ. സാക്ഷ്യം പറയേണ്ട പുറത്തുള്ളവരാ. നമ്മുടെ നല്ല നടപ്പ് കണ്ട് പുറത്തുള്ളവർ എന്ത് ചെയ്യണം? അവരും സാക്ഷ്യം പറയണം. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ കൂടെ ദൈവമുണ്ട്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഈ വ്യക്തി ദൈവ പൈതലാണ്. ഹല്ലേലൂയ. ആമേ സ്തോത്രം എന്ന് പറയണമെങ്കിൽ ആമേ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനമാകണം. സ്തോത്രം. നമ്മൾ പാർക്കുന്ന ദേശത്ത്, നമ്മൾ ഇരിക്കുന്നിടത്ത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സാക്ഷിയായിട്ടിരണം. ചുറ്റുപാട് അറിയണം, ദേശം അറിയണം, ഒന്നുമില്ലെങ്കിൽ തൊട്ടടുത്ത അയൽവാസി അറിയണം. ആ സന്ധ്യസമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാ, അവൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാ, അവൻ കൂട്ടായ്മയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാ എന്ന് കൂടെ കൂടെ ഉള്ളവർ അവര് പറയണം. അതുപോലെയാകണം നമ്മുടെ ജീവിതവും നമ്മുടെ സാക്ഷ്യമോ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുകയാണ്. ഇന്ന് രാത്രി കർത്താവ് പറയാണ്, കർത്താവ് എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചിട്ട് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാല ഒരു മാനസാന്തര അകത്തടങ്ങൾ ഉണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അകത്തൊക്കെ ഈ വചനം കേൾക്കുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാകണം. സ്തോത്രം. ദീർഘനാളുകളായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയാ, ദൈവം നിന്നെ പ്രവാചകയായിട്ട് കണ്ടിരിക്കുന്നത്, ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ഇന്ന വ്യക്തിയായിട്ട് കണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടിരിക്കുന്നെന്ന് പറയുമ്പോഴേക്ക് പലരും പറയാറുണ്ട്, ആമേ സ്തോത്രം, ഞാൻ എന്നെ കണ്ടിട്ടുണ്ടല്ലോ, ഏതെങ്കിലും കാലത്ത് കർത്താവിനെ എഴുന്നേൽപ്പിക്കൂ, ഏതെങ്കിലും കാലത്ത് എന്റെ നാവ് പ്രയോജനമാകും എന്ന് പറഞ്ഞങ്ങ് ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ തയ്യാറെടുപ്പ് എടുക്കണം. സ്തോത്രം. നമ്മൾ ഓരോ കാര്യത്തിന് കർത്താവിന് പ്രയോജനമാകുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ദർശനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ കണ്ട ദർശനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ റൂട്ടിലേക്ക് കയറിയിട്ട് അതിന് വേണ്ടി സ്റ്റെപ്പ് എടുത്തു വെക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ നിന്ന പത്രോസിനെ, ആമേ സ്തോത്രം, ശീമോൻ വാടിയ മുഖത്തോടുകൂടെ തന്റെ വള്ളം കരയോട് അടുപ്പിച്ചിട്ടിട്ട് വാടിയ മുഖത്ത് നിൽക്കുക. എന്താ ഇനി വീട്ടിൽ ചെന്നാൽ എന്തു പറയും? ഈ മനുഷ്യൻ രാത്രി മുഴുവൻ കടലിൽ കിടന്ന് അധ്വാനിച്ചിട്ട് വീട്ടുകാരോട് വല്ലതും ചെന്നിട്ട് പറയാൻ പറ്റുമോ? സ്തോത്രം. അവർ ചോദിക്കും, ഒന്നും കിട്ടിയില്ലെങ്കിൽ നേരത്തെ തന്നെ വീട്ടിൽ കയറാഞ്ഞത്, എവിടെയായിരുന്നു ഇത്ര നേരം പോയിരുന്നത്? ഓരോ ചോദ്യങ്ങൾ വരും. നിങ്ങൾ പണിക്ക് തന്നെയാണോ പോയത്? അല്ലെ ജോലി സ്ഥലത്തേക്കാണോ പോയത്? അല്ലെ വേറെ വഴിയാണോ പോയത്? കയ്യിലും ഒന്നുമില്ലല്ലോ, കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് നോക്കിക്കേ, ഇവിടെ ആർക്കും ഒന്നും കൊടുക്കാനില്ലല്ലോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കടന്നു വരും. പത്രോസ് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. താന്റെ പരിശ്രമം മുഴുവൻ ചെയ്തു, തന്റെ പ്രയത്ന കഴിവ് മുഴുവൻ ഉപയോഗിച്ചിട്ട് അന്ന് രാത്രി തന്റെ ജീവിതത്തിനകത്ത് ഒന്നും ലഭിക്കാതെ ശൂന്യമായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. ശൂന്യമായിട്ട് നിൽക്കുക. ഈ ശൂന്യമായിട്ട് നിൽക്കുമ്പോൾ രണ്ട് പടകുണ്ട് കേട്ടോ. രണ്ട് പടകും കരയോട് അടുപ്പിച്ച് നിൽക്കുക. അതിലൊന്ന് ശീമോനുള്ള പടകിനെ കർത്താവ് പറയുക, ശീമോനെ കരയിൽ അല്പം നീക്കി തരാൻ പറഞ്ഞു. സ്തോത്രം. നമുക്കറിയാം, നിരാശ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ പേഴ്സ് കാലിയാണെങ്കിൽ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആമേ മനസ്സിന് ഭാരമുണ്ടാകും, പ്രയാസമുണ്ടാകും. എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും? എങ്ങനെ ആ കാര്യങ്ങൾ കൊടുക്കും? എങ്ങനെ ആ ലോൺ അടച്ച് തീർക്കും? എങ്ങനെ ആ കടഭാരം ഞാൻ തീർക്കും? എങ്ങനെ മുന്നോട്ട് എന്നുള്ള ആലോചന ചിന്ത അകത്ത് വന്നു വീഴും. അത് സ്വാഭാവിക മാനുഷ്യമായ നിലയിൽ വീഴും. അല്ലെങ്കിൽ കർത്താവിന് നന്നായിട്ട് മനസ്സിലായി. ക്ഷീണിച്ചു കഴിഞ്ഞപ്പോഴേക്ക് തളർന്നു പോയി. കർത്താവ് പറയാ, അല്പം കരയുന്ന അല്പം നീക്കി തരാമോന്ന് അവനോട് എന്ത് ചെയ്തു? അപേക്ഷിച്ചു. കർത്താവ് അവിടെ വന്നിട്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ
മുമ്പാകെ അപേക്ഷ വെക്കുക. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ആരെങ്കിലും ചെന്നൊരു അപേക്ഷയോടെയാണ് കൽപ്പിക്കുന്നത്. കർത്താവ് അത്രയും വലിയ ദൈവത്തിന്റെ പുത്രൻ വന്നിട്ട് ശീമോനോട് വന്ന് ഒരു അപേക്ഷിക്കുക. നമ്മൾ പല നേതാക്കന്മാരുടെ മുമ്പാകെ, പഞ്ചായത്ത് മെമ്പറുടെ മുമ്പാകെ, വാർഡ് മെമ്പറുടെ മുമ്പാകെ കൊണ്ട് അപേക്ഷ വെക്കുന്നവർക്കറിയാം. സ്തോത്രം. താഴ്മയായിട്ട് അപേക്ഷിക്കുക. കാരണം നമ്മുടെ മേൽ ഉന്നത അധികാരമുള്ളവരാണ്. നമ്മൾ എന്തെങ്കിലും ഒരു അപേക്ഷ വെച്ചാൽ അത് നടപടി എടുക്കും. ഒരു വില്ലേജിൽ ചെന്നാൽ നമ്മൾ ഒരു അപേക്ഷ കൊടുത്താൽ ആ സാറ് എന്റെ സ്ഥലത്തിന്റെ കാര്യത്തിന് സൈൻ ഇട്ട് തരിക, എന്റെ കാര്യം നീക്കുപോക്ക് ചെയ്യും. ഒരു അപേക്ഷ എന്റെ വായിൽ വരേണ്ട വാക്കുകൾ ഞാൻ അപേക്ഷയായിട്ട് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് ഇവിടെ ചെന്നിട്ട് താഴ്മയായിട്ട് വാക്കിലൂടെ അപേക്ഷിക്കുക. സ്തോത്രം. ഒരു പണി അധികം ജോലി ചെയ്ത് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനോട് പോയി കൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? സ്തോത്രം ഹല്ലേലൂയ. ഭാരം കൂട്ടുകയുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ. നമ്മളൊരു കുഞ്ഞ് പിന്മാറ്റത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, ഒരു സഹോദരൻ നിങ്ങളുടെ വീട്ടിൽ പിന്മാറ്റം ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് ചെന്ന് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ നിന്നെ കീറിക്കളയുമെന്നാണ് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ കോടാലി നിന്റെ മേൽ വരുന്നൊന്നും പറയരുത് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഒന്നും പറയരുത്. കാരണം നമ്മൾ താഴേണ്ടടുത്ത് നമ്മൾ താഴണം. അപേക്ഷിക്കേണ്ടടുത്ത് നമ്മൾ വളരെ സ്നേഹത്തോട് അപേക്ഷിക്കണം. ആമേൻ. സ്തോത്രം. യേശു കർത്താവ് അത് ചെയ്തു. അപേക്ഷിച്ച് ക്ഷീണിച്ചിരിക്കുന്ന മനുഷ്യനോട് ചെന്നിട്ട് അപേക്ഷിച്ചപ്പോഴേക്ക് കർത്താവ് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി. ആ മനുഷ്യന് ആ പടം അങ്ങോട്ട് വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. ആ പടകിനകത്ത് യേശു കേറിയപ്പോ തന്നെ അവന്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. ആ പടക് ചലിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, യേശു കർത്താവ് പറയാ, ശീമോനെ ആഴത്തിലേക്ക് മീൻ പിടിക്കാനായിട്ട് വലയിറക്കാൻ പറഞ്ഞു. അപ്പോഴാ പറയുന്ന, നാഥാ ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിരാശപ്പെട്ടു പോയവനാണ്, ഞാൻ ക്ഷീണിച്ചു പോയവനാണ്, ഈ വേദി ഞാൻ തകർന്നു പോയവനാണ്, എന്നെ ആരും ഉയർത്തിയില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുകയാ. എനിക്കൊരു കൈത്താങ്ങൽ ആരും തന്നിട്ടില്ല, ഞാൻ തളർന്നു പോയതാണ്. പക്ഷേ ഒരിക്കൽ കൂടി ദൈവ ശബ്ദത്തിന് മുമ്പാകെ ഇന്ന് രാത്രി ആരോടോ പരിശുദ്ധാത്മ ഇടപെടുകയാണ്. ഒരിക്കൽ കൂടി നിന്റെ വലയാഴത്തിലേക്ക് ഒന്ന് ഇറക്കാൻ തയ്യാറാണെങ്കിൽ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മീൻകൂട്ടം നിന്റെ പടകിന് ഇന്ന് രാത്രി കർത്താവ് നിറയ്ക്കാൻ പോകുക. യേശുവിന്റെ നാമത്തില് ഇതുവരെ നീ കാണാത്തത് ചിലത് നിന്റെ വലയ്ക്കക തുടക്കണമെങ്കിൽ, നിന്റെ പടക് നിറയണമെങ്കിൽ, നിന്റെ ജീവിത രീതി മാറണമെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധമ ഇടപെടുകയാ. നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന ആഴത്തിലേക്കൊന്ന് ഇറങ്ങി കേട്ടോ. നിന്റെ ശുശ്രൂഷ ആഴത്തിലേക്കൊന്ന് ഇറങ്ങിക്ക്. ആഴത്തിൽ ചെന്നോ നീ കാണാത്തത് ചിലത്, വിലപ്പെട്ടത്, നിന്റെ കണ്ണിലടങ്ങാത്തത് വലയ്ക്കകത്ത് കയറാൻ പോവുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതുവരെയും ആമേൻ. സ്തോത്രം. ശീമോൻ എവിടെയാ വീശിയത്? ഈ ഭാഗമൊക്കെ വീശി പോയതല്ലേ? ആമേൻ. ഇവിടെയൊക്കെ വല ഇട്ടിട്ട് പോയതല്ലേ? ഇനി ഇടാനൊന്നും ഒരു സ്ഥലവുമില്ല. പക്ഷേ ഹല്ലേലൂയ, അതുകൊണ്ടാ പറഞ്ഞത്, അതാ ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, ഇവിടെ അവിടെ എല്ലാം ഞാൻ വീശി നോക്കിയതാ, പക്ഷേ ഹല്ലേലൂയ നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കുക. ആ വല പോയത് ആഴത്തിലേക്കാ പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും കാണിക്കുന്ന പോലെ കാണിച്ചാലൊന്നും മീൻ കേറത്തില്ല. എല്ലാവരും കാണിക്കുന്ന പോലെ കാണിച്ചാലൊന്നും ഒരു മനസാന്തരം ആർക്കും നടക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ അവനെ അനുകരിക്കാം, അപ്പുറത്തുകാരെ അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം, അനുകരിക്കാൻ നോക്കി നടക്കത്തില്ല. കർത്താവ് പറയാ, നിന്റെ ശുശ്രൂഷ അതല്ല, നിന്റെ വേദി അതല്ല, നീ ഇറങ്ങേണ്ടത് ആഴത്തിലേക്കാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഇറങ്ങേണ്ട ചില അസ്ഥിയുടെ നടുവിലേക്കാ. നിന്നോട് കർത്താവ് പറയാ, നീ ചുറ്റാൻ പറഞ്ഞ നീ ചുറ്റിയാ മതി. ചിലപ്പോ അവിടെ ഒന്നും കാണത്തില്ല, നീ നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല, പക്ഷെ ഇതിനെ സൈനമാക്കുക എന്റെ ദൈവത്തിന് കഴിയുമെന്നേ. പ്രവാചകനോട് പറയാ, നീ കാറ്റിന് നോക്കി പ്രവചിക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളൊക്കെ ആരാ നോക്കിയാ പ്രവചിക്കുന്നത്? വമ്പൻ പാർട്ടിയെ നോക്കിയിട്ട്. ഹല്ലേലൂയ. എന്തെങ്കിലും ലഭിക്കുമെന്ന് നോക്കിയിട്ടുള്ള പ്രവചന ദൂതുകൾ ഇന്ന് ലഭിക്കുന്നല്ലേ? അനേകർ അങ്ങനെയാ. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഓരോ വ്യക്തിക്ക് എന്തില്ല? ദൂതില്ല, ആലോചനയില്ല. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങി തിരിച്ച കാലഘട്ടത്തൊക്കെ ഇതെല്ലാം ഉണ്ടായിരുന്നു.
നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കാലഘട്ടം വളരെ ശ്രദ്ധയുടെ അന്ത്യകാലമാ. വളരെ ശ്രദ്ധയോടുകൂടി പോകേണ്ട ഒരു കാലഘട്ടമാ. സ്തോത്രം ഹല്ലേലൂയ. ആമേ സ്തോത്രം ഹല്ലേലൂയ. ദൂത് മുഴുവൻ എങ്ങോട്ടാ പോകുന്നത്? ആലോചന മുഴുവൻ എങ്ങോട്ടാ കിടക്കുന്നത്? പ്രയോജനമില്ലാത്തോടത്താണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരു പ്രയോജനമില്ലാത്തവരുടെ തലയിലേക്ക് ചില ആലോചനകളൊക്കെ അങ്ങ് പോകുക. എന്തോ പ്രയോജനമാ? ഇവര് ദൈവത്തിന് വേണ്ടി വല്ലതും നിൽക്കുവോ? ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് ഇറങ്ങി നിൽക്കുവോ? ഒന്നുമില്ല. പക്ഷെ പ്രയോജനമുള്ളത് നിന്ന് വേദനിക്കുക, അവരെ ഒരു കൈത്താങ്ങൽ കൊടുത്ത് എഴുന്നേൽക്കുവാനില്ല. പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷിക്കാത്തോടത്ത് നോക്കി പ്രവചിക്കാൻ ആമേ പ്രവാചകരോട് ദൈവം പറയാ, നീ പ്രവചിക്കേണ്ടത് മനുഷ്യന്റെ മുഖത്ത് നോക്കിയല്ല പ്രവചിക്കേണ്ടത്. ഹല്ലേലൂയ. നീ കാറ്റിനെ നോക്കി പ്രവചിച്ചോ. ഹല്ലേലൂയ. കാറ്റിന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നീ കാറ്റിനോട് നോക്കി പ്രവചിക്ക്. പറ, കാറ്റ് ഇവരെ വന്ന് വീശ്, ഇതിനകത്തോട്ട് വന്ന് വീശ്, ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് ഇവരെ വന്ന് ഊത്. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാറ്റിനെ നോക്കി പ്രവചിച്ചപ്പോഴേക്കും കാറ്റ് വന്നടിച്ചത് താഴ്വര കിടക്കുന്ന അസ്ഥിയുടെ നടുവിലേക്ക് വന്നടിച്ചത്. സ്തോത്രം. കാറ്റിങ്ങോട്ട് വന്ന എഗസ്യേലിനും കാറ്റ് തട്ടാമായിരുന്നു. ആ പ്രദേശം മുഴുവൻ കാറ്റ് വന്ന ഇളകി മറിയാമായിരുന്നു. പക്ഷെ വന്ന കാറ്റ് ദൈവം പറഞ്ഞ കാറ്റായതുകൊണ്ട് അത് ഉദ്ദേശിച്ച സ്ഥലത്തേ വന്ന് തട്ടത്തുള്ളൂ. ദൈവം പറഞ്ഞെടുത്ത് വന്നേ ഇത് അടിക്കത്തുള്ളൂ. അത് എല്ലായിടത്തും പോയി ഒന്നും തട്ടത്തൊന്നുമില്ല. ഇത് പരിശുദ്ധാത്മാവാ. സ്തോത്രം ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അത് ഉദ്ദേശിച്ച സ്ഥലത്ത് മാത്രമേ തട്ടത്തുള്ളൂ. അത് വന്ന് അടിക്കത്തുള്ളൂ. ഹല്ലേലൂയ. വേണ്ടാത്തടത്തൊന്നും പോയി പരിശുദ്ധാത്മാവ് തട്ടത്തില്ല. ക്രമീകരണമില്ലാതെ ആമ വഴി തെറ്റി പോയി കിടക്കുന്നതിനകത്ത് പരിശുദ്ധാത്മാവ് വന്ന് തട്ടി തുള്ളത്തില്ല. എല്ലാവരും സൈന്യമാകണമെങ്കിൽ ദൈവം പറഞ്ഞ സ്ഥലത്ത് ദൈവം കൽപ്പിച്ചൊടുത്ത് നീ ഒന്ന് ചുറ്റിക്ക്. അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. അവിടെയാ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിയെ ദൈവ സൈന്യമാക്കാൻ പോവുക. സ്തോത്രം. അവര് സൈന്യമായ ശേഷം ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾ ആകെ നശിച്ചു, ഞങ്ങൾ ആകെ മുടിഞ്ഞു കിടന്നവരാ. സ്തോത്രം ഹല്ലേലൂയ. അവരെ ശവപ്പെട്ടി തുറന്ന ദൈവം അവരെ എടുത്തോണ്ട് വന്നത്. ഹല്ലേലൂയ. അവരുടെ വിശ്വാസത്തിന് ഭംഗം വന്നു, ക്ഷീണിച്ചു പോയി. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഓർക്കും നമ്മുടെ മേൽ പരിശുദ്ധാത്മ ഉള്ളപ്പോ നമ്മൾ സാധാരണ മനുഷ്യരല്ല കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ അസാധാരണമായ മനുഷ്യരാ. എന്ന് വെച്ചാ ഹല്ലേലൂയ. നമുക്കറിയാം ശിംശോന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. ശിംശോനെ എങ്ങനെയുള്ളവനാക്കണം എന്നാ അല്ലെ പെരസ്യർ നോക്കിയത്? അവൻ സാധാരണ കേവലം സാധാരണ മനുഷ്യനെ പോലെ ആയെന്ന പരിശുദ്ധാത്മ പോയപ്പോ. അപ്പൊ പരിശുദ്ധാത്മ ഉള്ളപ്പോ സാധാരണ വ്യക്തികളല്ല. സ്തോത്രം. സാധാരണക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാ നമ്മൾ ലോക മനുഷ്യര് സംസാരിക്കുന്നത് പോലെയൊക്കെ സംസാരിച്ചു ക്ഷീണിച്ചു. വിശ്വാസികളായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ മുന്നിരുന്ന് കേട്ടിട്ടും പ്രതികൂലം വരുമ്പത്തേന് നമ്മൾ കൊട്ടേഷൻ കൊടുക്കും. ആർക്കെങ്കിലും നമ്മൾ ഇന്ന് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ആലോചന പറയാവോ? നമ്മളൊന്ന് ഇരുന്ന് ആ വിഷയത്തിനകത്ത് ജയം പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വിഷയം കൈകാര്യം ചെയ്യാനുള്ള അഭിഷേകം നമ്മുടെ തലേ ദൈവം പകർന്നിട്ടുണ്ട്. എന്നിട്ടേ ആ വിഷയം വന്ന് വീഴത്തുള്ളൂ. അല്ലെങ്കിൽ ഈ വിഷയത്തെ പരിഹരിച്ച് തരാനുള്ള സോഴ്സ് നമ്മുടെ അകത്ത് കിടക്കുക. ഇതിനെ പുറത്തെടുക്കുന്ന പരിപാടിയാ അല്ലെങ്കിൽ ഈ പ്രതികൂലം കർത്താവ് കൊണ്ടിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ അകത്ത് കിടക്കുന്നതിനെ ആമസുഖം വായിച്ചതുപോലെ വീര്യമുള്ളതാക്കാൻ വേണ്ടിയാ. വീര്യമുള്ളത് വരണമെങ്കിൽ നീ ഒന്ന് നിറയപ്പെടണം. ചുമ്മാ പകുതി കൊണ്ട് നടക്കത്തില്ല കാര്യം. നീ നിറഞ്ഞ ഉള്ളം നിറഞ്ഞ അത് വിടുതല. ഉള്ളായ വിടുതല. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, നീ ഒന്ന് നിറഞ്ഞ, നീ ആത്മാവിൽ ചടകുടഞ്ഞ് എഴുന്നേറ്റ. ഹല്ലേലൂയ. നിനക്ക് ചില യാത്രകള് നീ ഇരിക്കുന്ന ഇടം ദൈവം മാറ്റിയിട്ട് ദൈവം ചില നന്മകളുടെ വഴികളെ ദൈവത്തിന്റെ ആത്മാവ് തുറക്കുക. സ്തോത്രം. നമ്മൾ ഓർത്തു നമ്മളൊക്കെ പ്രായം ചെന്നിരിക്കുക. സ്തോത്രം. ഇനി എന്നോടല്ലായിരിക്കും ഈ ദൂത്, ഞാൻ വയസ്സ് ചെന്നിരിക്കുന്നതല്ലേ, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. സ്തോത്രം. എന്നാ ഞാൻ വചനവും ദൂതും ഒക്കെ കേൾക്കാൻ വേണ്ടി ലൈവിൽ കയറി വന്നിരിക്കാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒന്ന് ഓർത്തു നോക്കിയേ, എലിസബത്തിന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. വയസ്സ് എന്ന് തൊലിയൊക്കെ തുളുങ്ങി. സ്തോത്രം ഹല്ലേലൂയ. ഒരു പുരോഹിതന്റെ വീട്ടിലെ മകളാ. ഭർത്താവും പുരോഹിത ശുശ്രൂഷ ചെയ്യുക. അവിടുന്ന് റിട്ടയർഡ് ആയി കേട്ടോ. ഒന്ന് ഓർത്തു നോക്കിയേ. സ്തോത്രം. അന്നൊരു ദൈവത്തിന്റെ വാഗ്ദത്തം കൊടുത്തു വിടുകയാ. ഹല്ലേലൂയ. നിന്റെ ഭാര്യ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കാൻ പോവുകയാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞാലൊന്നും അവസ്ഥയൊന്നും ഓർത്തു നോക്കി. നമ്മളൊക്കെ ആദ്യ കാലഘട്ടത്തിൽ പ്രാപിക്കുമ്പോൾ നിയന്ത്രണം വിട്ടാ പോകുന്നത്. സ്തോത്രം. അമ്മ പരിശുദ്ധാത്മാവില് നിറയണമെങ്കിൽ കുഞ്ഞു അകത്ത് ഗർഭം ധരിക്കണം, അമ്മയ്ക്കും നിറവുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആ വചനം കറക്റ്റായിട്ട് അറിയാം. മറിയ അങ്ങോട്ട് കയറി ചെന്ന് വന്ദനം പറഞ്ഞപ്പോഴേക്കും എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, പിള്ള തുള്ളി. അപ്പൊ ആദ്യം ആർക്കാ നിറവ് വന്നത്? അമ്മയ്ക്കാ നിറവ് വന്നത്. അമ്മയ്ക്ക് നിറവ് വന്നാ പിള്ളയും തുള്ളും. എന്ന് വെച്ചാല് അമ്മമാര് വീട്ടിൽ ആരാധിച്ച മക്കൾ അത് കണ്ട് ആരാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അമ്മയുടെ നടപ്പ് കണ്ട് മക്കളുടെ നടപ്പ്. ഹല്ലേലൂയ. എന്റെ അമ്മ എങ്ങനെയായിരുന്നു അതുപോലെ ഞാൻ പോകും. അമ്മയെ അനുകരിക്കുന്ന ഒരു തലമുറ കേട്ടോ, മാതാപിതാക്കളെ അനുകരിക്കുന്ന തലമുറ കേട്ടോ. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ നിങ്ങളുടെ തലമുറയിലേക്ക് അത് കണക്ട് ആകും. അത് യാവരിക്ക് നിങ്ങൾ എന്തിലാണോ നിറയുന്നത് അതാ വെളിപ്പെടുന്നത്. സ്തോത്രം. കോപം കൊണ്ട് നിറയാം, ദേഷ്യം കൊണ്ട് നിറയാം, എന്തുകൊണ്ടാണോ നിറയുന്നത് അത് വീട്ടിൽ വെളിപ്പെടും, അത് തലമുറയിൽ വെളിപ്പെടും. ഇന്ന് രാത്രി തീരുമാനമെടുത്തോണം, ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയാൻ പോവുക. മറിയയുടെ വന്ദന സ്വരം കേട്ടപ്പോഴത്തേക്കും എലിസബത്ത് നിറഞ്ഞു, പിള്ള തുള്ളി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേ സ്തോത്രം. പ്രായം ചെന്ന് വയസ്സ് എന്ന് അത്രയും പ്രായമായ വ്യക്തിയെ ദൈവം നാമം നിറയ്ക്കാമെങ്കിൽ ഇന്ന് രാത്രികാലിനകത്ത് കേൾക്കുന്ന, ലൈവിൽ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ആമ എന്റെ കാലം മുന്നോട്ട് പോയല്ലോ, ഞാൻ എങ്ങനെയൊക്കെ ഇരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ആരംഭത്തെക്കാൾ അവസാനം നല്ലതാക്കാൻ പോവുക. ആരോട്? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വേദനിച്ച് തകർന്നിരിക്കുന്ന ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആ റോസമ്മാന്ന് പറയുന്ന പ്രിയ മാതാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നിന്റെ തകർച്ച, നിന്റെ വേദന ഇന്ന് രാത്രി തലമുറ എഴുന്നേൽപ്പിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് രാത്രികാല ചിലതിനെ ദൈവം കണ്ടിട്ടുണ്ട്, ദൈവം കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രികാല അതിനെ മൂർച്ചയുള്ളതാക്കി, അതിനെ പ്രയോജനമുള്ളതാക്കി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും കേട്ടോ. ഇന്ന് രാത്രികാല ആരാധിക്കാൻ വിട്ടുകൊടുത്ത, ശരീരം വിട്ടുകൊടുത്ത, പടക് വിട്ടുകൊടുത്ത, ജീവിതം വിട്ടുകൊടുത്ത എല്ലാ മേഖലകളെ നിറയ്ക്കാൻ റെഡിയാക്കിയ കർത്താവ് ഉപയോഗിക്കാൻ പോകും കേട്ടോ. കുടുംബത്തെ ഉപയോഗിക്കുക, തലമുറയെ ഉപയോഗിക്കുക, ദൈവത്തിന്റെ ആത്മാവ് കൊച്ചുമക്കളെ ഉപയോഗിക്കുക. ആമേ പ്രയാസങ്ങൾ മാറാൻ പോകുക യേശുവിന്റെ നാമത്തില്. ആ മനസ്സിന്റെ ഭാരം, ആ നിരാശ ഇന്ന് രാത്രിയില് യേശു ക്രിസ്തുവിന്റെ നാമത്തില് അത് മാറി പോകട്ടെ. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുകയാണ് ഇന്ന് രാത്രികാലം. ആത്മാവിൽ നിറയട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒരു സൈന്യമാക്കാൻ പോവുക ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് പറഞ്ഞു ഈ ഗ്രൂപ്പ് ഒരു ചെറിയ കൂട്ടമാ, നിങ്ങളുടെ തുടക്കമാ. കർത്താവിനോട് പറയുന്നു ഇത് തുടക്കമാ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിനകത്തല്ല ഒതുങ്ങേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു ഇതൊരു തുടക്കമാ, അടുത്ത് കണക്റ്റാകും. അടുത്തു വന്ന് ഇരുന്ന് പന്തിക്കിരിക്കുന്നത് പോലെ ദൈവാത്മാവ് എന്നെ ഒരു വെളിപ്പാട് കാണിക്കുക. ആന്റി സിസ്റ്റർ, നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുക. ആമേ, അങ്ങനെ ഒരു ശുശ്രൂഷ കിടപ്പുണ്ട് കേട്ടോ. അതിനെ ജ്വലിപ്പിക്കുക. അതിന്മേലൊരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രികാലം വെളിപ്പെടാൻ പോവുക. അടകര ദിവന അദ്ദുന രകൽമനാദന. അല്ലെങ്കിൽ നാം എവിടെയായിരുന്നാലും, ഏത് ദേശത്ത് ഏത് രാജ്യത്തായിരുന്നാലും ഇന്ന് രാത്രി സ്വർഗം പറയുക, നാം ഇരിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ 2 or 3 പേരായിരിക്കും കയറി വരുന്നത്. അതൊരു ആരാധനയായി മാറും, അതൊരു കൂട്ടായ്മയായി മാറും. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും, അവിടെ ദൈവശക്തി ഇറങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മ പറയാ, പൗലോസ് സീലാസ് 2 പേരാ അർദ്ധരാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിയത്. സ്തോത്രം. ഹല്ലേലൂയ. അവര് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴേക്കും ഞാൻ വിട്ട് കാര്യം പറയാം. പരിശുദ്ധാത്മ കയറി വന്നതുകൊണ്ടോ വിട്ട് അമ്മേ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുന്നവർ പലരുണ്ട്, നമ്മുടെ ഒരു ഹല്ലേലൂയ ശ്രദ്ധിക്കുന്നവർ പലരുണ്ട്. ആമ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു തടവിലായി കിടക്കുന്നവർ ശ്രദ്ധിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രയോജനമാക്കാൻ പോയ റിഗൽമനാഥന വൈഡമനഘടകസി. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാല അഭിഷേകമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാൽ
അത് ശ്രദ്ധിക്കും കേട്ടോ. ആമേ, ബന്ധനത്തിൽ കിടക്കുന്നവർ ശ്രദ്ധിക്കുക, തടവി കിടക്കുന്നവർ ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി ഹല്ലേലൂയ നീ അഭിഷേകത്തോടുകൂടെ അന്യഭാഷയോടുകൂടെ ചിലത് ഇന്ന് രാത്രിയിൽ പുറത്തു വന്നാൽ, അത് അഭിഷേകം ജ്വലിച്ചാൽ ഇന്ന് രാത്രി ചിലത് കെട്ടപ്പെട്ട് കിടക്കുന്നത്, ഓ ജീവിതത്തിനകത്ത് ആമേ ചില ബദ്ധപ്പാട് സഹിച്ചു നിൽക്കുന്നവരെ വിടുവിക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ചില ബദ്ധപ്പാടിലൂടെ കയറി വരുന്നവര് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ പറയുന്നു, അങ്ങനെ ചിലതിനെ വിടുവിക്കുവാൻ ഒരു ശുശ്രൂഷ ഇന്ന് രാത്രി പരിശുദ്ധാത്മ ഓപ്പൺ ആക്കുക. ഹല്ലേലൂയ. എന്റെ ദൈവം അത് ചെയ്യാൻ പോകുക കേട്ടോ. കർത്താവ് അത് ചെയ്യാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ കൂട്ടായ്മ നമ്മളൊന്ന് ഓർത്തു നോക്കിയേ. പള്ളിക്കാരും ഹല്ലേലൂയ പറയൂല്ലേ? ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അവര് സ്തോത്രം പറയുന്നുണ്ട്. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ വഴിയിൽ ഇറങ്ങി നിന്ന് നമ്മൾ ബന്ധക്കോസുകാർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, അവര് പറയും മിണ്ടാതിരിക്കാൻ പറയും. എന്തുകൊണ്ടാ? സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയക്ക് അതൊരു വീര്യമുണ്ട് കേട്ടോ. ഈ കാനാവിൽ നടന്നതുപോലെ വെറും ഹല്ലേലൂയ അല്ല, ഈ ഹല്ലേലൂയക്കകത്തൊരു അഭിഷേകമുണ്ട്. ഈ ഹല്ലേലൂയ പുറത്തു പോയി പറയുമ്പോഴാണ് ദേശാവധി ഇളകുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ സ്തോത്രം കോട്ടയം ടൗണിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് ഒരു RSS കാരൻ പറഞ്ഞു, എന്റെ പൊന്നു സിസ്റ്ററെ സമാധാനമില്ല, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. പല കാര്യങ്ങൾ കേട്ടാ അതൊക്കെ അവർക്ക് സന്തോഷമാണ്. പക്ഷെ നമ്മുടെ പറയുന്ന ഹല്ലേലൂയക്കകത്ത് അവരുടെ സ്വസ്ഥതയെ കെട്ടുപോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ അതേ മേഖലകൾ അവിടെ വെളിപ്പെട്ട് ഇളകി. ആ ദേശത്തിലെ ദുർഭൂതങ്ങളെല്ലാം ഇളകാൻ തുടങ്ങി. എനിക്കൊന്നും അധികം വചനമോ വചനത്തിൽ വലിയ ബൈബിൾ കോളേജ് പഠിത്തമോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ കർത്താവ് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന കാര്യമാ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അവിടെ ദൈവത്തിന്റെ സമാധാനത്തെ കുറിച്ച് പ്രസംഗിച്ചത്. ഹല്ലേലൂയ. സമാധാനത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അവിടെ ഒരാളെ സ്വസ്ഥത കെട്ടുപോയി, അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ എനിക്ക് അകത്തൊരു ഭയങ്കര സന്തോഷം ഉണ്ടായത് എന്നാന്ന് വെച്ചാൽ, ദൈവരാജ്യം വെളിപ്പെട്ട് അല്ലെ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നത്? ചില മേഖലകൾ ഇളകാൻ തുടങ്ങും. ഓർത്താ മതി, ദൈവകൃപ ദൈവശക്തി നമ്മുടെ ഉണ്ട്, നമ്മുടെ ഉണ്ട്. ദൈവരാജ്യം വെളിപ്പെട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ എതിർപ്പ് വരുന്നുണ്ടെങ്കിൽ ഓർത്താ മതി, പ്രതിസന്ധി വരുന്നുണ്ടെങ്കിൽ ഓർത്താ മതി, നിങ്ങളുടെ മേൽ അഭിഷേകം വലുതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികൂലമല്ല വലുത്, നിങ്ങളിൽ പകർന്ന അഭിഷേകമാ വലുത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ശക്തമായിട്ട് നിന്നവരൊക്കെ പൗലോസ്, യോഹന്നാൻ ഭയങ്കര പ്രതിസന്ധി കൂടെ കടന്നുപോയത്. പത്രോസ് അപ്പോസ്തലൻ ഭയങ്കര പ്രതിസന്ധി കൂടെ കടന്നുപോയത്. കാരാഗ്രഹത്തിൽ കിടന്നു. പൗലോസ് സീലാസും കാരാഗ്രഹത്തിൽ കിടന്നു. നമ്മളൊക്കെ കാരാഗ്രഹത്തിൽ കിടക്കുവോ? സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കുറെ സഹോദരിമാര് ട്രാക്ട് കൊടുക്കാൻ വേണ്ടി പോയി. ആമേ. സ്തോത്രം. ഹല്ലേലൂയ. ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ പിടിച്ച് അവരെ ഒരു വീട്ടിനകത്തിട്ട് പൂട്ടി. അവരവിടെ നിന്ന് തീരുമാനം എടുത്തു, ഇനി മേലെ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോകത്തില്ലെന്ന്. പേടിച്ചു പോയി. നമ്മളെ പൂട്ടിയാലോ? പൗലോസും സീലാസും പൂട്ടിയപ്പോ കാരാഗ്രഹത്തിന് അടിത്തറ ഇളകി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് വീര്യമുണ്ടെങ്കിൽ, നമ്മുടെ അകത്ത് അഭിഷേകം തന്റെ ഇടത്തോടെ പുറത്തു വരണം. പല കാര്യത്തിൽ നമ്മൾ വീര്യം കാണിക്കുന്നത്, അഭിഷേകത്തിനകത്ത് വീര്യമിറങ്ങണം കേട്ടോ. നീ വെറും വെള്ളമാ, നീ കേവല അസ്ഥിയാ, നീ വെറും ചുള്ളിക്കമ്പാ. സാന്നിധ്യം ഉള്ളൊടിച്ചു കേറിയ ഇന്ന് രാത്രിക്കല മണ്ണില്ലെങ്കിലും, ഓ വെള്ളമില്ലെങ്കിലും, ഒരു വെളിച്ചമില്ലെങ്കിലും, അഹരോന്റെ വടി തളുത്തു പൂത്തത് ആമേ. സ്തോത്രം. ദൈവ സാന്നിധ്യത്തിനകത്താ. ഹല്ലേലൂയ. സ്തോത്ര. പ്രാകാരത്തിനകത്ത് വെച്ചത് തളിർത്തെങ്കിൽ ഇന്ന് രാത്രി നീ ആ സാന്നിധ്യത്തിനകത്തേക്ക്, ഓ അഭിഷേകത്തിനകത്തേക്ക് ഒപ്പം നിന്ന് ചലിച്ച ദൈവം നിന്നെ ഉപയോഗമാക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സാന്നിധ്യത്തിനകത്തോട്ട് കയറണം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നിവരെ സാന്നിധ്യം എന്നാന്ന് പോലും അറിയാത്തവരുണ്ട് കേട്ടോ. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സാന്നിധ്യം എന്നാന്ന് പോലും അറിയാത്തവരുണ്ട്. ഇന്ന് അത് അനുഭവിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വെറുതെ സ്നാനപ്പെട്ടു, ഞാൻ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ദൈവരാജ്യം കടക്കത്തില്ല. സ്നാനപ്പെട്ടു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, യോഹന്നാൻ നിങ്ങളെ മാനസാന്തര സ്നാനം കഴിക്കുന്നു. അതെങ്ങനെയാ? വെള്ളം കൊണ്ടും. അത് മാനസാന്തര സ്നാനം നടത്തുന്നത്. പക്ഷെ യോഹന്നാൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയാലും സ്നാനം കഴിക്കും. അപ്പൊ എത്ര സ്നാനമുണ്ട്? 2 സ്നാനമുണ്ട് അല്ലേ? അഗ്നി സ്നാനം അഭിഷേകത്തെ കാണിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അഗ്നി സ്നാനപ്പെടണം. അഗ്നി ഇറങ്ങിയ നിന്റെ അശുദ്ധി എല്ലാം ശുദ്ധീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങണം. സ്തോത്രം. പലർക്കും അത് ശുദ്ധീകരണമില്ലാത്തത്
നമ്മൾ സ്നാനപ്പെട്ട് മുങ്ങി പൊങ്ങി നിൽക്കുക എന്ന് പറഞ്ഞു എല്ലാ തരത്തിലും നമ്മൾ എന്ത് ചെയ്തു? ശുദ്ധിയുള്ളവരായെന്ന് പറഞ്ഞ് നിൽക്കുക. അത് നമ്മുടെ അകത്തൊരു മനസ്സിനൊരു മാറ്റം വന്നപ്പോൾ അത് കൽപ്പനയിൽ കൽപ്പന യേശു കർത്താവ് കണ്ട കൽപ്പനയാ. പക്ഷെ യോർദാനെ കേറി വന്നവൻ ആത്മാവിൽ നിറഞ്ഞു, സ്വർഗം തുറന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മ പ്രാവന്ന രൂപത്തിൽ ഇറങ്ങി വന്നു. നമ്മൾ ആരെങ്കിലും സ്നാനപ്പെട്ടിട്ട് ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടോ പരിശുദ്ധാത്മാവ്? ഹല്ലേലൂയ. നമ്മൾ കൈകൊട്ടി ചാടി പറഞ്ഞ ആമേൻ സ്തോത്രം, എന്തെങ്കിലും ഒരു ബഹളം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? സ്തോത്രം, ഒന്നും നടന്നിട്ടില്ല. നമ്മൾ അന്ന് ഇരുന്ന അതേ കസേരയിൽ തന്നെ ഇന്നും അനങ്ങാതെ പോയിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രയോജനം, അടുത്തിരിക്കുന്നവർക്ക് ശല്യമില്ല, ഇപ്പുറത്തിരിക്കുന്നവർക്ക് ശല്യമില്ല, അതുപോലെ പോയിരിക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. സ്തോത്രം, ഒരു സാരി ഉടയത്തില്ല, ഒരു ഷർട്ടും ഉടയത്തില്ല. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ഈ മൺകൂടാരം ഉടയാൻ തയ്യാറാക്കി ഏൽപ്പിച്ചു കൊടുത്ത ഇന്ന് രാത്രി മിന്മയമായ ഒന്ന് പ്രാപിക്കാൻ ഇടയാകും. ഇതിനെ ഉടയ്ക്കാൻ തയ്യാറായാൽ ആമേ മേളിന്ന് വല്ലതും വീഴണമെങ്കിൽ ഇതൊന്നും ഉടഞ്ഞാലേ നടക്കത്തുള്ളൂ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ഇത് ഉടഞ്ഞാൽ അകത്തിരിക്കുന്ന പന്തം കത്തത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്ര. ഇത് ഉടഞ്ഞാൽ നിന്നെ കൊണ്ട് പ്രയോജനമാകത്തുള്ളൂ. ഇത് ഉടഞ്ഞാലേ നിന്നെ കൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മ പറയാ, നീ വീര്യമുള്ളതാകണമെങ്കിൽ, നീ അഭിഷേകത്തിൽ കയറണമെങ്കിൽ അവൻ നിന്നോട് കൽപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. നീ കോരി കൊണ്ടു കൊടുക്ക്, നിറഞ്ഞതിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. സ്തോത്രം. എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിറഞ്ഞതിനെ കോരിക്കൊണ്ട് പോകി കൊടുക്കാൻ പറ്റത്തുള്ളൂ. പകുതി ഇരിക്കുന്നവർക്ക് അവർക്കും ഇവർക്കും പോരാതെ വരും. നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 10 കന്യകമാര് അവര് പറഞ്ഞു, നിങ്ങൾക്കും ഞങ്ങൾക്കും പോരാതെ വരികിൽ നിങ്ങൾ വിൽക്കുന്നവരടുത്ത് പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അന്നേരം ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? സ്തോത്രം. ഒരു പ്രയോജനമില്ല. അവരെ എക്സ്ട്രാ സൂക്ഷിച്ചു. എങ്ങനെ സൂക്ഷിച്ചു? എക്സ്ട്രാ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആമേ സ്തോത്രം കണ്ണുനീരൊഴുക്കിയതും അവരുടെ ഭൗതിക കാര്യത്തിന് വേണ്ടിയല്ല. മണവാളന്റെ ആർപ്പുവിളി കേൾക്കുമ്പോൾ അവരുടെ എണ്ണ നഷ്ടമായി പോകാതെ, അണഞ്ഞു പോകാതെ സ്റ്റോക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചതുപോലെ ഇന്ന് രാത്രികാലം നിന്റെ ഉപവാസം പ്രാർത്ഥനയെല്ലാം പരിശുദ്ധാത്മാവിനെ സ്റ്റോർ ചെയ്യട്ടെ. പ്രതികൂലത്തിന്റെ നടുവില്, പ്രതിസന്ധിയുടെ മധ്യേ ഇന്ന് രാത്രികാലം ആത്മാവിനെ നിറയ്ക്കുക കേട്ടോ. ആത്മാവിനെ എക്സ്ട്രാ മാറ്റിവെക്ക്. നീ കൊണ്ടുപോയി കൊടുത്ത വീണ്ടും വീണ്ടും പുതിയത് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ തരാൻ പോകുക. സ്തോത്രം. വെളിപ്പാട് പുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതാത് മാസം പുതിയത് ആമേ സ്തോത്രം ആ മരത്തിൽ നിന്ന് വരുങ്ങല്ലേ. സ്തോത്രം. അല്ല ആറ്റിനകത്ത് നിൽക്കുന്ന ആ വൃക്ഷത്തിന് നടുവ് എന്ത് വരും? അതാത് മാസം പുതിയ ഫലം. സ്തോത്രം. ഹല്ലേലൂയ. അതാത് മാസം പുതിയത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ? പരിശുദ്ധാത്മാവുള്ള അടയാളം അത്. അതാത് മാസം ഇന്ന് പരസ്യം ചെയ്തെങ്കിൽ അടുത്ത ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റു മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ? അടുത്ത കർത്താവിന് വേണ്ടി പ്രയോജനമായിട്ടുണ്ടോ? അടുത്ത വെളിയിൽ കിടക്കുന്ന ഒരു പാത്രത്തെ അകത്തുകൊണ്ട് നിറച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി കാലം പ്രയോജനമാകണം കേട്ടോ. ഓരോ ദിവസം നമ്മൾ പുതിയ ഫലം, രോഗശാന്തിയുടെ വരം, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനേകർക്ക് വേണ്ടിയാകണം നിന്റെ കണ്ണുനീര്, നിന്റെ എല്ലാം ജീവിതത്തിനകത്തെ എല്ലാം പ്രയോജനം കർത്താവിന് വേണ്ടിയാകണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒന്ന് ഓർത്തു നോക്കിയേ. മോശ ഹല്ലേലൂയ തന്റെ ജനത്തോടുകൂടെ മരുഭൂമി കഷ്ടം സഹിക്കുക താൻ തിരഞ്ഞെടുത്തത് ഹല്ലേലൂയ കൊട്ടാരത്തിൽ നിന്ന് വിട്ടു. ഹല്ലേലൂയ ആമേ സ്തോത്രം. അമ്മായിയപ്പന്റെ ആടുമേടുവിനെ മരുഭൂമിയിൽ വിട്ടിട്ട് പോയി. എന്തുവാ? ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കേറിയപ്പോഴേക്ക് ആളങ്ങോട്ട് മാറി, ലെവൽ അങ്ങോട്ട് മാറി. കേവലം ഒരു കമ്പ് കൂടെ ഇരുന്ന വടി ആമേ പ്രയോജനമുള്ളതാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സാന്നിധ്യത്തിനകത്ത് കയറിയപ്പോ കൂടെ കൊണ്ടു നടന്ന ആടിനെ മേച്ചോണ്ടുന്ന വടിയുടെ ലെവല് മാറിയെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രയോജനമുള്ളതാക്കി. ഇന്ന് രാത്രികാലം നീ ജോലി സ്ഥലത്തായെങ്കിലും, ജോലി ചെല്ലുന്ന മേഖലയിലായാലും ഇന്നലെ വരെ വെറും ഒരു സ്റ്റാഫായിട്ട് കണ്ടേക്കാം, വെറും ഒരു ഓഫീസറായിട്ട് കണ്ടേക്കാം, ഒരു ബിസിനസ്സുകാരനായിട്ട് കണ്ടേക്കാം. പക്ഷെ ഇന്ന് രാത്രി ആ സാന്നിധ്യത്തിനകത്തോട്ട് കേറിയ ഹല്ലേലൂയ കിട്ടാത്ത പദവികള്, കിട്ടാത്ത പ്രമോഷനുകളെ, മാന്യതകളെ എന്റെ ദൈവം തരും. വെറും കമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ പലയിടത്തില് മാറ്റി നിർത്തിയെങ്കില് സാന്നിധ്യത്തിനകത്തൊന്നും ഇട്ടു നോക്കിക്കേ. അവസ്ഥ മാറാൻ പോകുക, പ്രാർത്ഥന മാറാൻ പോകുക. നിനക്കെതിരായി നിന്ന് പ്രവർത്തിച്ച മേഖലകള് നിന്റെ പ്രാർത്ഥനയിൽ അത് കൊത്തിമിഴുകുവാൻ ഒരഭിഷേകത്തോടുകൂടെ ഇന്ന് രാത്രി സാന്നിധ്യം നിന്നെ മുന്നോട്ട് ചലിപ്പിക്കാൻ തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായത് മോശയുടെ കയ്യിരിക്കുന്ന ഉണക്ക കമ്പായിരിക്കാം. ആ കമ്പിന് ഒരു പ്രത്യേക സാന്നിധ്യത്തിനകത്ത് കൊടുക്കുക.
ഹല്ലേലൂയ. ആ വടി പലതിനെ കൊത്തി മിഴുങ്ങാനുള്ള പവറോട് കൂടിയാ കൊടുത്തു വിട്ടത്. സ്തോത്രം, ഹല്ലേലൂയ. അത് മോശയ്ക്ക് മനസ്സിലായില്ല, അത് അവിടെ ചെന്നപ്പോ മനസ്സിലായി. നീ ആ വടി ഇട്ടാൻ പറഞ്ഞ പാമ്പായി, ഹല്ലേലൂയ. തിരിച്ചെടുക്കാൻ പറഞ്ഞ വടിയായി. ഇതൊക്കെ കർത്താവ് കാണിച്ചു കൊടുത്തു. അതൊരു അടയാളമാ. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇവിടെ നടക്കാത്തത് ചിലത് അവിടെ ചെന്നപ്പോ ചെയ്തു എങ്കിൽ കർത്താവ് എന്നോട് പറയാ, ഹല്ലേലൂയ, യേശു 70 പേരെ നിയമിച്ചപ്പോൾ അവര് പോയ വഴിക്ക് ഭൂതങ്ങളെ പുറത്താക്കി അധികാരം ചെയ്യും ശുശ്രൂഷ അവരുടെ ജീവിതത്തിനകത്ത് കർത്താവ് പറയാത്തതും കൂടെ അവർ ചെയ്തെങ്കിൽ നീ പോകുന്ന വഴി ഇതെല്ലാം വെളിപ്പെട്ട് വരും കേട്ടോ. നീ ഒരിടത്തിരുന്ന വെളിപ്പെടത്തില്ല. ദൈവത്തിന് വേണ്ടി പ്രയോജനമായി കൊണ്ടുപോയി കൊടുക്കുമ്പോഴാ നിന്റെ അകത്ത് കിടക്കുന്നത് പുതിയത് വെളിപ്പെട്ട് വരത്തുള്ളൂ. അതാത് മാസം പുതിയത്, അതാത് ആഴ്ചകൾ പുതിയത്, ദിവസം തോറും രാവിലെ തോറും അത് അതാത് ദിവസം പുതിയത് പുതിയത് ഇന്ന് രാത്രികാലം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. ഈ വേദിയിലായിരിക്കുന്ന, ഈ ലൈവിലായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കള്, സഹോദരന്മാര്, സഹോദരിമാര്, മാതാപിതാക്കള്, ഇന്ന് രാത്രി നിങ്ങളെ കുറിച്ച് ദൈവത്തിന് പ്രയോജനമാക്കുക. ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. നീ ആ പദ്ധതിയിലേക്ക് ഇന്ന് രാത്രികാലം കയറി വാ. ഒരു തീരുമാനമെടുത്ത്, യേശുവപ്പാ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല, ഇന്ന് രാത്രി ഞാനൊരു തീരുമാനമെടുക്കുക. ഞാൻ ഇരിക്കുന്ന രാജ്യം, ഞാൻ ഇരിക്കുന്ന വീട്, ഞാൻ നിമിത്തം ചില മേഖലകളെ ഇളക്കുക, ചില മേഖലകളെ സന്ദർശിക്കുക. എൻ നിമിത്തം, എന്റെ അകത്ത് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മ നിമിത്തം ഇന്ന് രാത്രി ചലിക്കാൻ പോവുക. അടമര രകൽമനാദന യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. വെറും വെള്ളത്തെ പ്രയോജനമാക്കിയെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ മാറ്റിവെച്ച് നമുക്കൊരു സ്തോത്രം, ഒരു വിലയില്ല, ഒരു ഗുണമില്ല എന്ന് പറഞ്ഞ് പുറത്ത് കിടക്കുന്ന കൽപാത്രമാണല്ലോ, അതിനെ നിറയ്ക്കണ്ട എന്ന് ഓർത്തിരിക്കുമ്പോൾ കർത്താവ് പറയാ, സ്തോത്രം, ഉപവാസ പ്രാർത്ഥനയിൽ അന്യഭാഷ കിട്ടി, ഹല്ലേലൂയ, അല്ലെങ്കിൽ ആത്മനിറവ് വന്നു, വീണ്ടും അവരെ തലയെ കൈവച്ച് പ്രവചനം പറഞ്ഞ് ദൂത് പറഞ്ഞ് അവരെ ഇട്ട് ഇളക്കാതെ പുറത്ത് ഒരു തുള്ളി വെള്ളം പോലും ചെല്ലാത്തൊരു പാത്രമുണ്ട് കേട്ടോ. അതിനെ കൊണ്ട് നിറയ്ക്കാൻ ഇച്ചിരി വിഷമമുള്ള കാര്യമാ. അതിനെ തേച്ച് കഴിയാൻ എന്നോട് സുവിശേഷം പറഞ്ഞ് അതിനുള്ള മാനസാന്തരം കൊടുത്ത് ദിവസം ചിലപ്പോൾ കേറി ഇറങ്ങേണ്ടി വരും കേട്ടോ. അതിന്റെ അകത്ത് പകരാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് രാത്രികാലം ആരും ചെയ്യാത്തത് നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോവുക. നിന്റെ തലമുറയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോവുക. ദൈവത്തിന്റെ പ്രയോജനമുള്ളതാകണം കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ കടങ്ങളും നമ്മുടെയൊക്കെ പ്രയാസങ്ങളും നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടുകള്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങള്, മാതാപിതാക്കളെ നോക്കുന്നവരുടെ ഭാരമൊക്കെ കർത്താവ് മാറ്റിക്കോളൂ. പക്ഷെ അതിനുപരിയായിട്ട് ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്ന ഒരു സൈഡ് നിങ്ങളുടെ പ്രതിസന്ധി കൊണ്ട് കേട്ടോ, അതെല്ലാം ദൈവം മാറ്റിക്കോളൂ, ദൈവം നോക്കിക്കോളൂ. ദൈവരാജ്യത്തിന് വേണ്ടി ഇന്ന് രാത്രികാലം പ്രയോജനമായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയാ, വിവിധ ഭാഷക്കാർ ഈ ഭൂമിയിലുണ്ട്, ഈ ലോകത്തുണ്ട്. നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് ചെന്നാ അവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി സുവിശേഷം പറഞ്ഞ് നമ്മളാലാകുന്ന ആക്ടി കാണിച്ചോ, ഭാഷ സംസാരിച്ചോ, എങ്ങനെയെങ്കിലും അവരെ കൊണ്ടുവരാൻ നമ്മളൊന്ന് ഒരുങ്ങുമ്പോഴാ നമ്മളിലേക്ക് ആ വ്യക്തി ആവേശമുണ്ടല്ലോ, ആ വ്യക്തിക്ക് തീഷ്ണതയുണ്ടല്ലോ, കർത്താവ് നമ്മളിലേക്ക് പുതിയത് പകരാൻ തുടങ്ങും. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളെ ദൈവസ്ഥനെ അടച്ചാട്ടെ. സമയം അതിവേഗം കടന്നു പോവുകയാണ്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് സംസാരിച്ചല്ലോ, നല്ല ആലോചന കൈമാറിയല്ലോ. ഹല്ലേലൂയ. അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് ഇന്ന് രാത്രി തീരുമാനമെടുത്തുകൊണ്ട് ദൈവസ്ഥനായിരുന്നാട്ടെ. എല്ലാ കണ്ണുകളെ ദൈവമക്കള് അടച്ചാട്ടെ. ഒരു തീരുമാനമെടുത്താട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളോട് സംസാരിച്ചല്ലോ, ദൈവാത്മാവ് ഞങ്ങളോട് ഇടയാക്കിയല്ലോ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന അപ്പച്ച, അങ്ങയുടെ കാര്യങ്ങളിലേക്ക് തന്നെ മക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും അങ്ങയുടെ പാതപെടുത്തലായിരുന്നല്ലോ അപ്പച്ച. നല്ല വചനങ്ങളെ കൈമാറുക, നല്ല ആലോചന കൈമാറുക. സ്വർഗം ഞങ്ങളെ സഹായിച്ച് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ദൈവ ശബ്ദം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവരെ ശുദ്ധിയുള്ളവരാക്കണമേ. അവരെ പരിശുദ്ധാത്മ നിറഞ്ഞ് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി ദൈവരെ തീർക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എനിക്ക് സമയം അനുഭവിച്ചു തന്ന പ്രിയ ദേവദാസിയോട് നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കേൾപ്പിച്ച നല്ല ആലോചന ഓർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രിയ കർത്താവിന്റെ ദാസിയെ ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ മധ്യത്തില് ആമേൻ ദൈവം ഉപയോഗിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ
ആമേൻ. ദൈവത്തിന്റെ ആമേൻ സ്തോത്രം. ആമേൻ. ആ മാറ്റമില്ലാത്ത ശബ്ദം ഇന്ന് രാത്രികാലം കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വചനത്തെയും ആമേൻ പേഴ്സണലിയും കർത്താവ് നമ്മളോട് ഇന്ന് പകൽക്കാലം സംസാരിച്ചു, ഇന്ന് രാത്രികാലം സംസാരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാ ആമേൻ മഹത്വം നമുക്ക് കൊടുക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ മിനിസിസ്റ്ററിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ഞാൻ 2-3 പ്രാവശ്യമൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ സിസ്റ്റർ ബിസി ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമേ എനിക്കൊന്ന് പരിചയപ്പെടാൻ പറ്റിയുള്ളൂ. സ്തോത്രം. ആമേൻ. ഇന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. താൻ ആമേൻ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെയും കടന്നു പോവുകയും ദൈവനാമത്തിന് വേണ്ടി അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുകയും സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് കർത്താവിന്റെ ശുശ്രൂഷ ആമേൻ മഹത്വത്തോടെ ചെയ്യുവാൻ പ്രിയ സിസ്റ്ററിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. ഒത്തിരി താങ്ക്സ് ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാനുള്ള സമയം ആമേൻ ആമേൻ കണ്ടെത്തിയതിനും എല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞോളാൻറ്റി ആമേൻ. സ്തോത്രം. ഒരു വാക്ക് സിസ്റ്ററിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും അവരുടെ ശുശ്രൂഷയെ പറ്റിയും ഓർത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ആമേൻ അവസാനിപ്പിക്കാം. സ്തോത്രം. കുഞ്ഞോളാൻറ്റി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? സ്തോത്രം. കുഞ്ഞോളാൻറ്റി. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാതപടി ആയിരിക്കാൻ കർത്താവ് എന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. യേശുവിൻ നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ ആയിരുന്ന കർത്താവിന്റെ ദാസ്യം കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ തിരുവചനത്തിനാട് സ്തോത്രം. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് അപ്പാ ഞങ്ങളോട് ഇന്ന് രാത്രികാലം സംസാരിച്ചല്ലോ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ അവരുടെ ശുശ്രൂഷകളെ ഞങ്ങൾ അനുഗ്രഹിക്കുക. അനേകർക്ക് ഈ നാളുകൾ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കർത്താവെ, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, ഇതുവരെ കടന്നു പോകാത്ത ആമേ വിവിധ മണ്ഡലങ്ങളിലേക്ക് തന്റെ മകളെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് തന്റെ മക്കളെ കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ പ്രയോജനപ്പെടട്ടെ കർത്താവെ. ഞങ്ങളോട് ഓരോരുത്തരും കൽപ്പിച്ച ദൈവത്തിന്റെ തിരുവചനത്തിനാട് സ്തോത്രം. ദൈവിക ആലോചനയ്ക്കാട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആമേൻ കർത്താവെ ഹല്ലേലൂയ അധികം വിശ്വസ്തയോടെ ഹല്ലേലൂയ ഞങ്ങളത് കൈക്കൊണ്ട് അപ്രകാരം ഞങ്ങൾ തീരുമാനങ്ങളോടെ മുന്നേറാൻ പരിശുദ്ധാത്മ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട ദയക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. 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 താങ്ക് യു കുഞ്ഞോളാൻറ്റി. ഒരു Okay. പ്രാവശ്യം കൂടെ മിനിസിസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. Okay, okay. സിസ്റ്റർ നാട്ടിലെവിടെ? കോട്ടയത്ത് എവിടാ? കോട്ടയത്ത് എവിടെയാ? എക്സിറ്റ് ആയെന്ന് തോന്നുന്നു ആന്റി. ആണോ? ഓക്കെ. ഓക്കെ. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് Okay, യു. good night. ഗുഡ് നൈറ്റ്.